നിങ്ങളുടെ ഐഫോൺ ആണ് ഇരിക്കുന്നതെങ്കിൽ ഈ ഐഫോൺ കളഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. എന്തിനാണ് ഇത്ര അരച്ചു പോകുന്നത്? കാര്യം പറഞ്ഞപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഫൈൻഡ് മൈ ഐഫോൺ ഓൺ ആണോ എന്ന് നോക്കണം. അതിന് തൊട്ട് താഴെയുള്ള ഷെയർ മൈ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനും ഓൺ ആണോ എന്ന് നോക്കണം. രണ്ടാമത്തേത്, നമ്മുടെ ഫേസ് ഐ ഡി അതിന്റെ പാസ്കോഡ് എന്ന ഓപ്ഷനിൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് കുറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ട് ഓൺ ആയി കിടക്കുന്നത് കാണാം. അതിൽ നിങ്ങൾക്ക് വേണ്ടാത്തത്, അതായത് വേണ്ടാത്തത് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കൺട്രോൾ സെന്റർ ഓഫ് ആക്കി ഇടുക. ഇത് ലോക്ക് സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുന്ന കൺട്രോൾ സെന്റർ ഉണ്ടല്ലോ, ഇതിന്റെ കാര്യം പറയുന്നത്, അതങ്ങോട്ട് ഓഫ് ആക്കി ഇടുക. ശേഷം താഴോട്ട് വരുമ്പോൾ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതങ്ങോട്ട് ഓഫ് ആക്കി ഇടുക. തൊട്ട് താഴെ ആക്സസറീസ് ഉണ്ട്, അതങ്ങോട്ട് ഓഫ് ആക്കി ഇടുക. മൂന്നാമത്തേത്, നമ്മുടെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ കണ്ടന്റ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതങ്ങോട്ട് ടാപ്പ് ചെയ്യുക. അതിൽ താഴോട്ട് വരുന്ന സമയത്ത് പാസ്കോഡ് ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് അലോ കിടക്കുന്നത് ഡോണ്ട് അലോ ആക്കുക. അതുപോലെ തൊട്ട് താഴെ അക്കൗണ്ട് ചേഞ്ചസ് എന്ന ഓപ്ഷൻ കാണാം, അത് അലോ മാറ്റിയിട്ട് ഡോണ്ട് അലോ ആക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഫോൺ ആര് തട്ടിപ്പറിച്ചോണ്ട് പോയാലും ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെടുക, അവൻ നമ്മുടെ പേരിൽ കിടക്കുന്ന ഐഫോൺ അവന്റെ പേരിലോട്ട് മാറ്റാൻ. ഇതെന്താ ആധാരം? അത് ഇപ്പൊ തന്നെ ചെയ്യണം. ഐഫോൺ ഉപയോഗിക്കുന്ന ഇതൊന്നും അറിയാത്ത കുറെ ചങ്ക് കാണുമല്ലോ, അയച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.